അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 16/1/2025 മുതൽ 20/1/2025 വരെയുള്ള 5 ദിവസത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാറ്റിക് GK കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്താണ്? ലോക്പാൽ ഫൗണ്ടേഷൻ ഡേ. ഓക്കെ, എന്താണ് ലോക്പാൽ ഫൗണ്ടേഷൻ ഡേ? എന്താണ് ഒരു ന്യൂസായി വരാനുള്ള കാരണം? എന്താ? On 16th January 2025, social activist Anna Hazare, Justice retired and Santosh Hedge, and Attorney General R. Venkataramani will facilitated on the occasion of Lokpal Foundation Day. Okay, അപ്പോൾ നമ്മൾ January 16 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ലോക്പാൽ ഫൗണ്ടേഷൻ ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിനൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിക് GK ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണല്ലേ ഏതൊക്കെ? ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താണ് ചോദിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സ്റ്റാറ്റിക് GKയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ഇനി എന്താണ് ഈ ലോക്പാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോക്പാൽ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013. അതായത് എന്താണ്? 2013 ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പ്രകാരം നിർമ്മിക്കപ്പെട്ട ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഏതെന്ന് വിളിക്കുന്നത്? ലോക്പാൽ. നമുക്കറിയാം എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, പാർലമെന്റ്, അല്ലെ? ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു പ്രത്യേക റെസല്യൂഷൻ വഴി നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 വഴിയാണ് ഏത് നിലവിൽ വരുന്നത്? ഈ ലോക്പാൽ നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറയുന്നത്? ടു കോംപാക്ട് കറപ്ഷൻ ഇൻ പബ്ലിക് ഓഫീസ് ആൻഡ് എൻഷുർ അക്കൗണ്ടബിലിറ്റി എമംഗ് ദ പബ്ലിക് ഫങ്ഷണറീസ്. അതായത് ഇപ്പൊ നമ്മുടെ പബ്ലിക് ഓഫീസുകൾ, ദാറ്റ് മീൻസ് ഗവൺമെന്റ് ഓഫീസുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള കറപ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കലൊക്കെയാണ് ആരുടെ ജോലി എന്ന് വിളിക്കുന്നത്? ലോക്പാലിന്റെ ജോലി എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ പെർഫോം ദ ഫങ്ഷൻ ഓഫ് ആൻ ഓംബുഡ്സ്മാൻ ആൻഡ് എൻക്വയറി ഇൻ ടു ആൽ അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ എഗെയിൻസ്റ്റ് സർട്ടൻ പബ്ലിക് ഫങ്ഷണറീസ് ഫോർ റിലേറ്റഡ് മാറ്റേഴ്സ്. അല്ലെ, ഇദ്ദേഹം ഒരു ഓംബുഡ്സ്മാൻ ആണ്. ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ബാങ്കിങ് മേഖലകളിൽ മാത്രം കേൾക്കുന്ന ഒരു വാക്കാണ് ഓംബുഡ്സ്മാൻ. പക്ഷെ ബാങ്കിങ് മേഖലയിൽ മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. അതായത് സാധാരണഗതിയിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ കറപ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ഓംബുഡ്സ്മാൻ എന്നൊക്കെ വിളിക്കാം. സോ അങ്ങനെ ഓംബുഡ്സ്മാൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്ട് പ്രകാരം തന്നെയാണ് ആരും നിലവിൽ വരുന്നത്? ലോകായുക്താസും നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ലോക്പാൽ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? യൂണിയൻ ഗവൺമെന്റ് തലത്തിലാണ് ആര് പ്രവർത്തിക്കുന്നത്? ലോക്പാൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. എന്നാൽ ലോകായുക്ത ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഏത്? ഈ ലോകായുക്ത എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ലോക്പാലും ലോകായുക്തയും ഏത് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഏത് ആക്ട് പ്രകാരമാണ്? ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇവര് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏത് ഓഫീസിന്റെ പ്രത്യേകതയാണ്? ഈ ഓഫീസിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ the concept of the Lokpal and Lokayukta originate from the ombudsman system in Scandinavian countries. അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള ഓംബുഡ്സ്മാൻ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോക്പാൽ ലോകായുക്ത തുടങ്ങിയ ആശയങ്ങൾ കാണപ്പെടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇൻ ഇന്ത്യ, the Administrative Reforms Commission 1960 to 1970
recommended the establishment of Lokpal at the central level and Lokayukta in the state level. അതായത് 1966 മുതൽ 1970 വരെ ഇന്ത്യയിൽ പ്രവർത്തിച്ച അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ARC ആണ് ആദ്യമായിട്ട് എന്താണ് യൂണിയൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ലോക്പാലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ലോകായുക്താസും വേണം എന്നുള്ള ഒരു ആശയം എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വെക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. The prior to the enactment of Lokpal and Lokayukta Act 2013, several states have already created the Lokayukta institution through state laws. അതായത് എന്താണ് നമ്മൾ പറഞ്ഞു 2013 എന്ത് ചെയ്യുന്നത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസ്സാക്കുന്നത്. എങ്കിലും അതിനു മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്തിരുന്നു അവരുടെ സ്റ്റേറ്റ് ലോസ് വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു ഈ ലോകായുക്താസിന് എന്ത് ചെയ്തിരുന്നു രൂപം കൊടുത്തിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ലോകായുക്തയ്ക്ക് ആദ്യമായി തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1971 മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്യുന്നത് ലോകായുക്തയ്ക്ക് എന്താണ് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക എന്നുള്ള മാറ്റ പ്രത്യേകതയാണ് ലോകായുക്തയുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ഇവരുടെ സാലറീസ് ആൻഡ് അലവൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് The chairperson's salary and allowance are equal to the Chief Justice of India, while the members receive benefits like the judges of Supreme Court. അതായത് ഇപ്പോൾ ലോകായുക്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകായുക്തയുടെ സാലറി എന്ന് വിളിക്കുന്നത് എന്താണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എന്താണ് തുല്യമാണ്. അതുപോലെ തന്നെ ലോകായുക്തയുടെ ഓഫീസിലുള്ള മറ്റ് മെമ്പേഴ്സിന്റെ സാലറി എന്ന് വിളിക്കുന്നത് എന്താണ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എന്താണ് സാലറിക്ക് തുല്യമാണ് എന്നും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ആരുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്തയും ഒക്കെ ആയിട്ട് എന്താണ് ബന്ധപ്പെട്ട് നോക്കാനുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ആൻഡ് നെക്സ്റ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന എന്താണ് വേൾഡ് എക്കോണമിക് ഫോറം. എന്താണ് വേൾഡ് എക്കോണമിക് ഫോറം എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ നമുക്ക് നോക്കി നോക്കാം. എന്താണ് The World Economic Forum WEF released the 20th Global Risk Report 2025. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം വേൾഡ് എക്കോണമിക് ഫോറവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ എന്താണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇനി വേൾഡ് എക്കോണമിക് ഫോറത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് ഒരു പബ്ലിക് പ്രൈവറ്റ് കോർപ്പറേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് ചെയ്യുക ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിന്റെ ഫൗണ്ടേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ കോൾ സ്വാൺ ഇൻ 1971 ആസ് ദ യൂറോപ്യൻ മാഗ്നൻ ഫോറം. And WEF emphasized long-term benefit for all stakeholders and not just short-term profit for shareholders എന്നുള്ളതാണ്. ഓക്കെ, ഒരു ലോങ് ടേം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് in 1973 the World Economic Forum expanded its focus to economic and social issues എന്നുള്ളതാണ്. അതായത് 1973 ഇവരുടെ എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ഏതിലേക്കൊക്കെ കൂടി കൊടുക്കുന്നുണ്ട് ഒന്ന് എക്കോണമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിലേക്ക് കൂടി കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 1975 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട് 1000 കമ്പനീസോളം ഏതിന്റെ വേൾഡിലെ തന്നെ 1000 കമ്പനീസ് ഏതിന്റെ ഭാഗമായി മാറുന്നുണ്ട് ഈ വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ഭാഗമായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഇനി ദ വേൾഡ് എക്കോണമിക് ഫോറം പബ്ലിഷസ് കീ റിപ്പോർട്ട് ഇൻക്ലൂഡിംഗ് അതായത് ഇനി നമുക്ക് നോക്കാനുള്ള ഇവര് പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കി നോക്കാം. ഒന്ന് ഏതാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്, 2 ഏതാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, 3 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ആൻഡ് 4 ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്, ആൻഡ് 5 ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. അപ്പൊ പ്രധാനമായിട്ടും 5 റിപ്പോർട്ടുകളാണ് ഇവർ പുറത്തേക്ക് വിടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഒന്നേതാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്, 2 ഏതാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, 3 ഏതാണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്,
4 ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്, 5 ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ്. ഇങ്ങനെ 5 ഇൻഡെക്സുകളാണ് പ്രധാനമായിട്ടും ആര് പുറത്തുവിടുന്നത്? വേൾഡ് എക്കോണമിക് ഫോറം പുറത്തുവിടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ ഇവിടുന്ന് ചോദ്യം വരാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ദ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ആൻഡ് സെക്കൻഡ് വൺ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, 3 ഏതാണ്? വേൾഡ് എക്കോണമിക് ഫോറം, 4 ഏതാണ്? വേൾഡ് ബാങ്ക്. നമുക്കറിയാം ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വേൾഡ് എക്കോണമിക് ഫോറം ആണ് ഇതിൽ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ എക്സാമിന് ഈ SSC അല്ലെങ്കിൽ RRB തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കാരണം ഈ SSC RRB എക്സാമിനൊക്കെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എന്താണ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്ത് പഠിക്കുകയാണെങ്കിലും സ്റ്റാറ്റിക് GK സൈഡിൽ നിന്ന് ഒരുവിധം എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ ഇത്തരം കാര്യങ്ങൾ ന്യൂസിൽ വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്താണ് പുറത്തുവിടുന്ന റിപ്പോർട്ട് ഇപ്പൊ പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ചില ചോദ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തുവിടുന്ന ആരാണ്? അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് ഇതാരാണ് പുറത്തുവിടുന്നത്? അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം? നോക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇത്തരം റിപ്പോർട്ടുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് റാങ്കിങ് ടു ദ കൺട്രീസ് ഓഫ് ദ വേൾഡ്? 4 ഓപ്ഷൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? വേൾഡ് എക്കോണമിക് ഫോറം, UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, UN വുമൺ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വേൾഡ് എക്കോണമിക് ഫോറം ആണ്. ഇതും ഏതാണ്? വേൾഡ് എക്കോണമിക് ഫോറം ആണ്. ക്ലിയർ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണഗതിയിൽ നമ്മുടെ എക്സാം സൈഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം. എന്താണ്? യുനിസെഫ് അല്ലെ? എന്താണ് ഇനി യുനിസെഫ് എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? ദ യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുനിസെഫ് report prospects for children in 2025, building resilient systems for children's future, warns of the escalating global crisis and their potential impacting children. Okay, അപ്പോൾ യുനിസെഫ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് യുനിസെഫിനെ കുറിച്ച് നോക്കാം. ഇനി എന്നാണ് യുനിസെഫ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1946 ആര് നിലവിൽ വരുന്നത്? യുനിസെഫ് നിലവിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. എന്താണ് ലക്ഷ്യം? ടു ഹെൽപ്പ് ചിൽഡ്രൻ അഫക്റ്റഡ് ബൈ വേൾഡ് വാർ 2. അതായത് 2ാം ലോക മഹായുദ്ധം എഫക്ട് ചെയ്ത ചിൽഡ്രൻസിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആര് നിലവിൽ വരുമ്പോൾ ലക്ഷ്യം? യുനിസെഫ് നിലവിൽ വരുമ്പോൾ അതിന്റെ ലക്ഷ്യം. It currently operates in over 190 countries and territories including India. ഇന്ത്യ അടക്കം ഏകദേശം 190ഓളം രാജ്യങ്ങളിലും ടെറിട്ടറീസിലുമായിട്ട് ഇപ്പൊ ആര് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ഈ യുനിസെഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റി, USA-യിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്താണ് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. And in the mandate എന്താണ് ലക്ഷ്യം? To protect the right of children, provide aid to children in need and advocate for their welfare worldwide. അതായത് ഈ കുട്ടികളെ ചിൽഡ്രൻസിനെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അതുപോലെ തന്നെ എന്താണ്? അവരുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക എന്നുള്ളതൊക്കെയാണ് നിലവിൽ ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? യുനിസെഫിന്റെ ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് UNICEF programs are supported by voluntary contribution from government, intergovernmental organizations, foundation, the private sector and individuals. അതായത്
ഇവരുടെ പ്രധാനപ്പെട്ട ഫണ്ടിങ് എവിടെ നിന്നൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ്? ഒന്നെന്താണ്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. എന്താണ് ഈ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ തന്നെയാണ്. ഓക്കെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ തന്നെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, നമ്മളെ പോലുള്ള ആളുകൾ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ആര് ഫണ്ട് കളക്ട് ചെയ്യുന്നത്? യുനിസെഫ് എന്താണ് ഫണ്ട് കളക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള അതിന്റെ പ്രത്യേകതയാണ്. യുനിസെഫിന്റെ എന്താണ് പ്രത്യേകതകളിൽ ഒന്നാണ്. ഇനി ഇവർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രിൻസസ് ഓഫ് അസ്ട്രൈഡ്സ് അവാർഡ് 2006 ആൻഡ് ഇന്ദിരാഗാന്ധി പ്രൈസ്, അതെപ്പോഴാണ് കിട്ടുന്നത്? 1989, 1989. ആൻഡ് നോബൽ പീസ് പ്രൈസ് എപ്പോൾ കിട്ടുന്നുണ്ട്? 1965. അതുപോലെ തന്നെ ഇവര് പ്രധാനപ്പെട്ട ഇവരുടെ കീ റിപ്പോർട്ടുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് ചിൽഡ്രൻ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻ ഫോർ ചിൽഡ്രൻ. ഇതൊക്കെ ആ റിപ്പോർട്ടുകളാണ്, യുനിസെഫിന്റെ റിപ്പോർട്ടുകളാണ്. ഇനി എന്താണ് യുനിസെഫും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് യുനിസെഫ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ഇന്ത്യയിൽ ആര് പ്രവർത്തനം ആരംഭിക്കുന്നത്? യുനിസെഫ് എന്ത് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത്. നിലവില് 17 സംസ്ഥാനങ്ങളിലായി 90% ചൈൽഡ് പോപ്പുലേഷനെ ആര് കവർ ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ യുനിസെഫ് കവർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, ചിൽഡ്രൻസ് വെൽഫെയർ എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? യുനിസെഫ് എന്നുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്താണ് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള അതിന്റെ പ്രത്യേകതയാണ്, യുനിസെഫിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്, റബ്ബർ ബോർഡ്. എന്താണ് റബ്ബർ ബോർഡ് ന്യൂസിൽ വരാൻ കാരണം? ദ റബ്ബർ ബോർഡ് ഹാസ് ലോഞ്ച്ഡ് ന്യൂ ഇനിഷ്യേറ്റീവ് ലൈക്ക് ഇന്ത്യൻ സസ്റ്റൈനബിൾ natural rubber and KNR Connect platform to boost India's rubber global prominence and increase domestic production. അതായത് എന്താണ്, ഇപ്പോൾ ഇന്ത്യയിലെ റബ്ബർ ബോർഡ് പുതിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സസ്റ്റൈനബിൾ നാച്ചുറൽ റബ്ബറിന്റെ ഭാഗമായിട്ട്, അതായത് പ്രധാനമായിട്ടും ഇവരോട് ഉദ്ദേശിക്കുന്ന ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുക, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇന്ത്യയിലെ റബ്ബറിന്റെ എന്ത് ചെയ്യുക, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഒരു ഇന്ത്യൻ റബ്ബറിന് എന്ത് ചെയ്യുക, ഗ്ലോബൽ മാർക്കറ്റില് ഏറ്റവും വലിയ പവേഴ്സിൽ ഒന്നാക്കി മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, റബ്ബർ ബോർഡിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ആണ് എന്താണ് ഇത് ന്യൂസിൽ വരാനിടയാക്കിയ സാഹചര്യം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ നോക്കാൻ റബ്ബർ ബോർഡിനെ കുറിച്ചാണ്. The rubber board is a statutory body constituted under the Rubber Act 1947. 1947 റബ്ബർ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, റബ്ബർ ബോർഡ് നിലവിൽ വരുന്നത്. റബ്ബർ ബോർഡിന്റെ പ്രത്യേകത എന്താണ്? ഈ റബ്ബർ ബോർഡ് എന്ന് വിളിക്കുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ട് റബ്ബർ ബോർഡിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഫോർ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ റബ്ബർ ഇൻഡസ്ട്രി ഇൻ ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുക, റബ്ബർ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആര് പ്രവർത്തിക്കുന്നത്, റബ്ബർ ബോർഡ് എന്താണ് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി വേണമെങ്കിൽ ചോദിക്കാം, നമ്മുടെ റബ്ബർ ബോർഡ് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് ആര് പ്രവർത്തിക്കുന്നത്, റബ്ബർ ബോർഡ് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുക. റബ്ബർ ബോർഡിന്റെ എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക്സ് അണ്ടർ ദ റബ്ബർ ബോർഡ്. ഒരു കാര്യം കൂടിയുണ്ട്, റബ്ബർ ബോർഡിന്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടുന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്ന്, ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വന്നത് നോക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് നമ്മൾ നോക്കിയിരിക്കണം. ഇനി വേണമെങ്കിൽ നമ്മൾ ഏറ്റവും പഠിക്കേണ്ട കാര്യം ഏത് ആക്ടിന്റെ അണ്ടറിലാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ തന്നെ 1947 റബ്ബർ ആക്ടിന്റെ പ്രകാരമാണ് ഇത് നിലവിൽ വരുന്നത്.
മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ്. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ റബ്ബർ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏതാണ്? സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഓഫ് നാച്ചുറൽ റബ്ബർ സെക്ടർ, SIDNRS. അതുപോലെ തന്നെ എന്താണ്? റബ്ബർ പ്ലാന്റേഷൻ ഡെവലപ്മെന്റ് സ്കീം ആൻഡ് റബ്ബർ ഗ്രൂപ്പ് പ്ലാന്റിംഗ് സ്കീം ആൻഡ് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റബ്ബർ പ്ലാന്റേഷൻ. അതായത് എന്താണ്? വിദേശ നിക്ഷേപങ്ങൾ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നേതാണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിദേശത്തെ കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ കമ്പനികൾ സ്ഥാപിക്കുകയോ ചെയ്യാം. അത് 100% ഇൻവെസ്റ്റ്മെന്റ് ആണ് ആര് ഓഫർ ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിലവിൽ വന്നാണ് ഇത് നാഷണൽ റബ്ബർ പോളിസി 2019 എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാം വേണമെങ്കിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വാസ് ഡൊമസ്റ്റിക്കേറ്റഡ് ഇൻ ദ ന്യൂ വേൾഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഓൾഡ് വേൾഡ്? ചോദ്യം ഇതാണ്. 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ടൊബാക്കോ കൊക്കോ റബ്ബർ, ഓപ്ഷൻ ബി ടൊബാക്കോ കോട്ടൺ റബ്ബർ, ഓപ്ഷൻ സി കോട്ടൺ കോഫി ഷുഗർ കെയിൻ ആൻഡ് ഓപ്ഷൻ ഡി റബ്ബർ കോഫി ആൻഡ് വീറ്റ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ടൊബാക്കോ കൊക്കോ ആൻഡ് റബ്ബർ ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു കറണ്ട് അഫയറിന് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.